ഒരുപാട് ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്താണ് ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടർ, അല്ലെങ്കിൽ ആ മൈക്രോ ഇൻവെർട്ടർ, അതും അല്ലെങ്കിൽ DC ഇൻവെർട്ടർ, എന്താ സാധാരണ ഇൻവെർട്ടറും അതും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇൻവെർട്ടറാണ് DC ഇൻവെർട്ടർ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടർ, അല്ലെങ്കിൽ SM ട്രാൻസ്ഫോമർ ടൈപ്പ് ഇൻവെർട്ടർ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഇല്ലാത്ത ഇൻവെർട്ടർ എന്നൊക്കെ പറയുന്നത്. ട്രാൻസ്ഫോമർ ഇല്ലാത്തതല്ല. ഇതിനെക്കുറിച്ച് ഇൻവെർട്ടറുകളെ കുറിച്ചുള്ള സാധാരണക്കാരുടെ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഇത്. ടെക്നോളജി അറിയുന്ന വലിയ വലിയ എഞ്ചിനീയർമാർക്കോ സയൻറ്റിസ്റ്റുകൾക്കോ ഉള്ളതല്ല. ഒരു ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട അല്പം ചില ടെക്നിക്കൽ ഇൻഫോർമേഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. നമുക്കത് നോക്കാം. അതിനിപ്പോൾ എൻ്റെ ഈ ഒരു ടേബിളിൽ തന്നെ ധാരാളം ഇൻവെർട്ടറുകൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇൻവെർട്ടർ? ഇൻവെർട്ടർ എന്നാൽ എന്താണ് നമുക്കറിയാം. DC വൈദ്യുതിയെ അഥവാ ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്ത DC വൈദ്യുതിയെ AC ആക്കി ഒരു 220 വോൾട്ട് ആക്കി മാറ്റുന്ന ഇതാണല്ലോ. അപ്പോൾ അത്തരം ഒരു ഇതിനെ ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നു. അപ്പോൾ DCയെ AC ആക്കി ഇൻവേർട്ട് ചെയ്തു, കൺവെർട്ടർ അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നു. അതാണ് ഇൻവെർട്ടർ. പക്ഷേ ഇത്ര ചെറിയ ഈ കാണുന്നത് കണ്ടോ, ഒരു അലുമിനിയം കേസിലുള്ള വളരെ കോമ്പാക്റ്റ് 2000 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടറാണ്. ഇത് നമ്മൾ 12 വോൾട്ട് ഒരു ബാറ്ററിയാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. 12 വോൾട്ട് ബാറ്ററി കൊടുത്താൽ, കാറിൻ്റെ ബാറ്ററി കൊടുത്താൽ നമുക്കിതിന് 220 വോൾട്ട് 2000 വാട്ട്സ് ലോഡ് ചെയ്യാം. ഇതാണ് ഇത്. നമ്മുടെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഒരു എയർ കണ്ടീഷൻ വരെ ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും 12 വോൾട്ട് ബാറ്ററിയിൽ. പക്ഷെ നല്ല ആംബിയർ എടുക്കും കേട്ടോ ഇത്. ഇനി അതിൻ്റെ ചെറുത് ഒരു മോഡൽ ഇത് 500 വാട്ട്സാണ്. അതിലും ചെറുത് 300 വാട്ട്സ്. ഇതൊക്കെ 12 വോൾട്ടിൻ്റെയാണ്. ഇത് 24 വോൾട്ടിൻ്റെതും കിട്ടും, 12 വോൾട്ടിലും കിട്ടും. പക്ഷെ ഇതിലൊന്നും ചാർജർ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇതും ഒരു ഇൻവെർട്ടറാണ്. UPS എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെർട്ടർ തന്നെയാണ്. ഒരു കുഞ്ഞ് UPS ഞാൻ പൊളിച്ച് കാണിക്കുകയാണ്. എന്താ പ്രത്യേകത നോക്കുക, അതും ഇതും കൂടി. ഇതിലിത് വലിയൊരു PCB ഉണ്ട്. അതിനകത്ത് ചാർജിങ് കൺട്രോളർ, മോസ്ഫെറ്റ് കമ്പോണൻസ്, വലിയൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു അയൺ കോർ ട്രാൻസ്ഫോമർ ഇരിക്കണേ, ഇരുമ്പിൻ്റെ ട്രാൻസ്ഫോമർ. അതൊന്ന് പുറത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ നല്ല വെയിറ്റ് ഉള്ള ഒരു 300 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് 300 വാട്ട്സ് ആണെങ്കിൽ അതുപോലെ ഒരു 300 തന്നെയാണ് ഈ ഇരിക്കുന്നതും. ഇതും ഒരു 300 വാട്ട്സ് ഇൻവെർട്ടറാണ്. അത് തമ്മിൽ വ്യത്യാസം നോക്കും നിങ്ങൾ. പകുതിയിലധികവും വെയിറ്റും ഭാരമൊക്കെ ഉണ്ട് അതിന്. ഇത് വളരെ ചെറുതാണ്, കോമ്പാക്റ്റ്. എങ്ങനെ ഇത് ചെറുതാക്കി നോക്കാം. അത് തുറന്നത് ഒന്ന് പൊട്ടിച്ചത് എൻ്റെ കയ്യിലുണ്ട്. ആ ഒരെണ്ണം പൊട്ടിച്ചത് തുറന്നതാണ് ഇത്. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതായിരിക്കുന്ന ഈ ഒരു മഞ്ഞ നിറത്തിലെ ട്രാൻസ്ഫോമർ. ഇതാണ് ഈ സ്റ്റെപ്പ് അപ്പാണ്. 12 വോൾട്ട് AC-യെ DC വോൾട്ട് കൊടുത്ത് അതിനെ AC ആക്കി അത് 220 വോൾട്ടാക്കി മാറ്റുന്ന ഡിവൈസ് ഇതാണ്. ഇത് സ്പെഷ്യൽ ട്രാൻസ്ഫോമറാണ്. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇതാണ് ഫെറൈറ്റ് കോർ അല്ലെങ്കിൽ SM ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയും. ഫെറൈറ്റ് റാഡ് അഥവാ നമ്മുടെ പണ്ടത്തെ റേഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു റാഡ്, ഒരു ആൻറ്റിനെ ഇങ്ങനെ ചുറ്റി വെച്ചൊരു കൊള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് റേഡിയോയുടെ റാഡ് തന്നെയാണ്. ഇത് ഫെറൈറ്റ് റാഡാണ്. ഇതൊരു പ്രത്യേക കാർബണാണ്. ഇതിന് കൂടെ പെട്ടെന്ന് ഇത് മാഗ്നറ്റ് വേഗത്തിൽ ഇത് ഇലക്ട്രോ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഹൈ ഫ്രീക്വൻസിയിലാണ് ഈ ട്രാൻസ്ഫോമറുകൾ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി 50 ഹെർട്സ് അല്ല. നമ്മുടെ കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇത്തരം UPS ഒക്കെ 50 ഹെർട്സിലാണ്. ഈ ട്രാൻസ്ഫോമറൊക്കെ ഡിസൈൻ ചെയ്തത് 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് ലൈൻ ഫ്രീക്വൻസിയിൽ. അതിന് അയൺ കോർ മതി, ഇരുമ്പ് മതി. പക്ഷേ ഹൈ ഫ്രീക്വൻസി ആക്കുമ്പോൾ നമുക്ക് ചെറുതായി കിട്ടി. കണ്ടോ, ഫ്രീക്വൻസി കൂട്ടിയപ്പം ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കുറഞ്ഞു. പക്ഷേ ഈ ഫ്രീക്വൻസി കൂട്ടിയിട്ട് 220 വോൾട്ട് ഉണ്ടാക്കിയ നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണം വർക്ക് ചെയ്യില്ല. അതിന് 50 ഹെർട്സ് തന്നെ വേണം. അവിടെയാണ് ഒരു ചെറിയ ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് വിശദീകരിക്കാം ഇതിനെക്കുറിച്ച്. ഇവിടെ ഇത് 2 മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ 2 ട്രാൻസിസ്റ്ററാണ്. കൂട്ടിക്കോളൂ, 2 ട്രാൻസിസ്റ്റർ. ഇത് കുറച്ച് വലിയ ട്രാൻസിസ്റ്റർ, പിന്നെ അത് ചെറിയ 2 ട്രാൻസിസ്റ്റർ. ഇതൊക്കെ മോസ്ഫെറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്റർ ഇന്നിപ്പോൾ മോസ്ഫെറ്റ് എന്ന് വിളിക്കും. ഈ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചു 12 വോൾട്ട് DC മോസ്ഫെറ്റിക്ക് കൊടുത്ത് ഇത് AC ആക്കി മാറ്റുന്നു. ഈ ഒരു 12 വോൾട്ടിനെ DC കൊടുത്തിട്ട് AC ആക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റിയിട്ട് ഈ ട്രാൻസ്ഫോമറിലൂടെ ഇത് ഒരു ഓസിലേറ്റർ ആക്കിയിട്ട് ഹൈ ഫ്രീക്വൻസി ആക്കുന്നു. എന്ന് വെച്ചാൽ പിന്നെ 100 കിലോ ഹെർട്സ് 200 കിലോ ഹെർട്സ് ഡിപ്പെൻഡാണ്. 600 1000 കിലോ ഹെർട്സ് വരെ ഇതിനെ ഹൈ ഫ്രീക്വൻസി ആക്കി മാറ്റി എന്നിട്ട് ഈ ഹൈ ഫ്രീക്വൻസി 220 വോൾട്ട് ഇവിടെ എടുക്കും. നമുക്ക് വേറെ ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ചെറിയത് മതി. കണ്ടോ, ഇത്രയും ചെറിയൊരു സർക്യൂട്ടിനുള്ളിൽ ആ പരിപാടി ഒതുങ്ങി. 12 വോൾട്ടിനെ ഹൈ ഫ്രീക്വൻസി ആക്കി 220 വോൾട്ട് AC ആക്കി കൊടുന്നു. എന്നിട്ട് ഇവിടെ 4 ഡയോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, 4 ഡയോഡ്. ഈ 4 ഡയോഡ് ഉപയോഗിച്ച് അങ്ങ് വീണ്ടും DC ആക്കി. ഒരു കപ്പാസിറ്റർ കൊടുത്ത് കേടെന്നാണ് പൊട്ടിത്തെറിച്ചിട്ടോ. നേരെ ഇത് DC ആക്കി. അപ്പോൾ 220 വോൾട്ട് DC ഇവിടെ കിട്ടി. ഈ 220 വോൾട്ട് DC വീണ്ടും 4 മോസ്ഫെറ്റ് ഉപയോഗിച്ച് 50 ഹെർട്സ് ഫ്രീക്വൻസി കുറച്ച് 220 വോൾട്ട് AC ആക്കിയിട്ട് നമ്മുടെ ഈ സോക്കറ്റിലേക്ക് തന്നു.
ഇങ്ങനെ ഒരു വലിയൊരു കൺവെർട്ടിംഗ് ആണ് നടന്നത്. ആദ്യമായി ബാറ്ററിയുടെ 12 വോൾട്ട്, വലിയ ബാറ്ററി ആവട്ടെ ചെറുതാവട്ടെ ഇവിടെ കൊടുത്തു. ആ DC വോൾട്ടിനെ ഹൈ ഫ്രീക്വൻസി ആക്കി ഓസിലേറ്റ് ചെയ്ത് ഈ ട്രാൻസ്ഫോമറിലൂടെ 220 വോൾട്ട് DC ആക്കി ആ ഹൈ ഫ്രീക്വൻസിയെ വീണ്ടും ഒരു ഡയോഡ് 4 ഡയോഡ് വെച്ച് DC ആക്കി മാറ്റി. ഇങ്ങനെ DC ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ആ DC വോൾട്ട് ഒരിക്കലും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ DC ആക്കിയ 220 വോൾട്ടിനെ വീണ്ടും ഫ്രീക്വൻസി, കാരണം ഇവിടെ ഫ്രീക്വൻസി ഇല്ല, 220 വോൾട്ട് DC ആണ്. ആ DCയെ എന്ത് ചെയ്തു? വീണ്ടും AC ആക്കുകയാണ്. ഈ 4 മോസ്ഫെറ്റ് ഉപയോഗിച്ച് 50 ഹെർട്സ് ഒരു പ്രത്യേക IC ഒക്കെ വെച്ച്, ഇത് IC ഓസിലേറ്ററൊക്കെ വെച്ച് 50 ഹെർട്സ് വെച്ച് ഇതിനെ സ്വിച്ച് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രത്യേക സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ചാർജിങ് കട്ട് ഓഫ് മീൻസ് ഹൈ കറണ്ട് കട്ട് ഓഫ്, ഹൈ ലോഡ് കട്ട് ഓഫ് എല്ലാ പ്രൊട്ടക്ഷനും ഇതിനകത്തുണ്ടാകും. ഒരു ചെറിയ ഡിവൈസായി മാറി, അഥവാ ഇത്രയും ചെറിയ ഒരു 300 വാട്ട്സിൻ്റെ ഇൻവെർട്ടറായി ഇത് മാറി. നേരെ മറിച്ച് ഇതാണോ? ഇത് 300 എന്തോരം വലുപ്പമുണ്ടത് ഉണ്ടോ? ഇതിൻ്റെ മൂടി ഇതാ വലിയ വലുപ്പമുണ്ട്. ഇത്രയും വലുപ്പമാണ് 300 വാട്ടിന്. അതിന് പകരം പകുതിയിലും പകുതി 4/1 വലുപ്പമായി മാറി. ഇത് കണ്ടോളൂ, വലിയത് 2000 വാട്ട്സിൻ്റെതിന് വലിയൊരു ഇൻവെർട്ടർ എത്ര ഉണ്ടാവും? ഏകദേശം ഈ ഒരു ടേബിളിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും വലുപ്പം. അതിന് പകരമാണ് ഇപ്പം ഇത്. ഇങ്ങനെയാണ് 2 തവണ കൺവേർട്ട് ചെയ്തുകൊണ്ട് DCനെ AC ആക്കി, വീണ്ടും ആ ACനെ DC ആക്കി, DCനെ വീണ്ടും AC ആക്കി. ഇങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട, അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇതാ ഇതിനകത്തൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതിന് പകരം ഫെറൈറ്റ് കോറിൻ്റെ കുഞ്ഞ് ട്രാൻസ്ഫോമറാണ്. ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ എന്ന് പറയുന്നത് കണ്ടോ, 500 വാട്ട്സ് വരെ ഈ ഒരു ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യും. ഈ ഒരൊറ്റ കുഞ്ഞ് ട്രാൻസ്ഫോമർ ഇതാ ഇപ്പം എൻ്റെ വിരലിൻ്റെ അളവ് നോക്കിക്കോളി നിങ്ങൾ. 1 ഇഞ്ച് പോലും ഇല്ലാത്ത ഈ ട്രാൻസ്ഫോമർ 500 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതാണെങ്കിലോ, ഇത് വലിയൊരു ട്രാൻസ്ഫോമർ, ഇതാകെ മാക്സിമം ഒരു 300 വാട്ട് ലോഡ് ചെയ്യാൻ പറ്റും ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ട്രാൻസ്ഫോമറിൻ്റെ ഈ ട്രാൻസ്ഫോമറിൻ്റെയും സൈസും വലിപ്പവും വെയിറ്റും ഇൻവെർട്ടർ വളരെ ചെറുതായി. പക്ഷേ എന്താണ്, ഒരു ചെറിയൊരു പ്രോബ്ലം മതി ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലത്തെ സർക്യൂട്ടാണെങ്കിൽ അത്ര പെട്ടെന്ന് പോകില്ല. ഞാൻ പലതും പരീക്ഷിച്ച് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് പരീക്ഷിച്ചതാണ്. 2000-ൻ്റെ 500-ൻ്റെ 300-ൻ്റെ ഒക്കെ പരീക്ഷിച്ചു. 1-2 എൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ച്, ഇതൊന്നും ഇപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടില്ല. ഇതൊക്കെ വെച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ശ്രദ്ധിച്ച് കൊടുക്കണം, ക്വാളിറ്റി ഒന്നും മാറരുത്. ഇനി നമുക്ക് ഇത് റൗണ്ട് ട്രാൻസ്ഫോമർ, ഇത്തരം റൗണ്ട് ട്രാൻസ്ഫോമറുകളും പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റൗണ്ട് കോയിലാണ്, ഇത് ട്രാൻസ്ഫോമറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതും ഒരു കുഞ്ഞ് ഇൻവെർട്ടറാണ്. ഇതിനകത്തേക്ക് ഒരു 12 വോൾട്ട് കൊടുത്താൽ 220 വോൾട്ട് പിന്നെ കിട്ടും. 200 വാട്ട് 100 വാട്ടിൻ്റെ കുഞ്ഞ് ഇൻവെർട്ടറുകൾ, വേറെ ഒന്നും ഇതിലില്ല. ഇങ്ങനെയും നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ഇൻവെർട്ടറുകൾ. ഇനി IGBT എന്ന് പറയും, ഹൈ പവർ ഇത്തരം ഇൻവെർട്ടറിലൊക്കെ, ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറിലൊക്കെ IGBT കൊടുക്കും. IGBT നമ്മൾ ഇൻഡക്ഷൻ കുക്കിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററാണ് IGBT പറയുന്നത്. ഇത് 2000 വാട്ട്സ് ഈ ഒറ്റ സാധനം മതി, 2000 വാട്ട്സിനൊക്കെ. വേണമെങ്കിൽ 1000 വാട്ട് ലോഡ് കുറച്ച് 2 യൂസ് ചെയ്ത് 2000 വാട്ട്സ്. ഇത് നോക്കും നിങ്ങൾ, ഒറ്റ ഡ്യുവൽ IGBT ആണിത്. ഇതൊരു ബ്രിഡ്ജ് IGBT, 2 ഡ്യുവൽ അല്ല, ഡ്യുവൽ IGBT ആണ് ഈ കാണുന്നത്. അഥവാ ഈ 2 IGBT നോക്കൂ നിങ്ങൾ, എത്ര ഇതിൻ്റെ ആംപിയർ, 100 ആംപിയർ 200 ആംപിയർ കറണ്ട് എടുക്കാൻ പറ്റുന്ന, ആ 1000 വോൾട്ട് മുതൽ 2000 വോൾട്ട് വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന വലിയ ഇൻവെർട്ടറുകളിലൊക്കെയാണ് ഇത്തരം IGBTകൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സോളാർ ഇൻവെർട്ടറിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നോക്കാം നമുക്ക് ഇത്തരം വലിയ IGBT ഏത് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നു നോക്കാം. സോളാറിൽ നിന്ന് നേരിട്ട് ട്രാൻസ്ഫോമറൊന്നും ഇല്ലാത്ത ഒരു ഇൻവെർട്ടറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻവെർട്ടർ എന്താണ്, ഇതുപോലെ ട്രാൻസ്ഫോമർ ഇല്ലാത്ത IGBT ഉള്ള SM ട്രാൻസ്ഫോമറുള്ള ഒരു 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇതൊരു ചുമരിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കണം. നേരെ മറിച്ച് 5 കിലോ വാട്ടിൻ്റെ ഒരു സാധാ ട്രാൻസ്ഫോമറുള്ള അയൺ കോർ ഇൻവെർട്ടറിന് എത്ര വലിപ്പം ഉണ്ടാകും? ഇതിൻ്റെ ഒരു 4 ഇരട്ടിയൊന്നും അല്ല ഉണ്ടാകും, ഒരു 5 ഇരട്ടിയെങ്കിലും മിനിമം കാണും. ഈ ഒരു വലിയ പെട്ടി നോക്കും നിങ്ങൾ, ഈ ട്രാൻസ്ഫോമർ 2000 വാട്ട്സിൻ്റെയാണ് ഇരിക്കുന്നത്. അതിനുള്ള മോസ്ഫെറ്റൊക്കെ വരിവരിയായി കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. ഒരു വലിയ കേസ്, ഇത്രയും വലിപ്പമുണ്ടാവും 2000 വാട്ട്സിന്. കാരണം അത്യാവശ്യം എയർ സർക്കുലേഷനൊക്കെ നന്നായി കിട്ടാനൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം നോക്കൂ നിങ്ങൾ, ഇത് 2000 വാട്ട്സ്. നേരത്തെ അവിടെ കാണിച്ചതോ എത്ര ചെറുതാണ്. അപ്പോൾ ചെറുതാക്കാനും ചുമരിൽ പറ്റി പിടിപ്പിച്ച് വെക്കാനും കോമ്പാക്റ്റായി ഉപയോഗിക്കാനാണ് ഫെറൈറ്റ് കോർ അല്ലെങ്കിൽ SM ട്രാൻസ്ഫോമർ എന്ന ഇൻവെർട്ടറുകൾ. ഇതൊക്കെ ട്രാൻസ്ഫോമറുള്ള അയൺ കോർ ട്രാൻസ്ഫോമർ ഉള്ളതാണ്. മറ്റത് SM ട്രാൻസ്ഫോമർ ഉള്ളത്. ട്രാൻസ്ഫോമർലെസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും ട്രാൻസ്ഫോമർ ഇല്ലാത്തതല്ല. ട്രാൻസ്ഫോമർ ഇല്ലാത്ത കുറേ സർക്യൂട്ടുകളൊക്കെ ഉണ്ട്, പല സ്വിച്ചും കപ്പാസിറ്ററൊക്കെ വെച്ചിട്ട് IC ഒക്കെ വെച്ച സർക്യൂട്ടൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ പിന്നീട് പരിചയപ്പെടുത്താം. അപ്പോൾ എന്തുകൊണ്ടാണ് SM ട്രാൻസ്ഫോമർ വന്നു എന്ന്, ഹൈ ഫ്രീക്വൻസിയാണ് എന്നുള്ളൊരു ജനറൽ ഐഡിയ ആണ് ഇപ്പോൾ തന്നത്. അതുപോലെ താഴെ ഇരിക്കുന്നത് 1400 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടറാണ് ഇപ്പോൾ 24 വോൾട്ടിൽ അവിടെ ഇരിക്കുന്നത് ഉണ്ടോ. ഇത് 2000 വാട്ട്, ഇത് എത്ര വ്യത്യാസമുണ്ട് നോക്കണം.
കൂടുതൽ വാട്ട്സുള്ള ഇൻവെർട്ടറുകൾക്ക് എപ്പോഴും വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. 12 വോൾട്ടിന് പകരം ഒരു 1000 വാട്ട്സ് വരെ ഒരു 12 വോൾട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1000 വാട്ട്സ് അങ്ങ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് 24 അതിൻ്റെ അപ്പുറത്തേക്കോ വോൾട്ടേജ് കൂട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ വലിയ പവർ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ വരും, ബാക്കി സംശയങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എൻ്റെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ തൊട്ട് താഴെ കുറേ ലിങ്കുകളുണ്ട്, പല ക്ലാസ്സുകളുടെ കുറിച്ചുള്ള വിശദമായ ലിങ്കുകളുണ്ട്. ടെലിഗ്രാമിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഡൗട്ടുകളൊക്കെ അവിടെ നമുക്ക് സംസാരിക്കാം. ധാരാളം എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും ഒക്കെയുള്ള വലിയൊരു കൂട്ടായ്മയാണ്. എനിക്കറിയാത്ത വിഷയങ്ങളും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മറുപടി കിട്ടും എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി.